ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലാറ്റിലുള്ള നെയ്ബേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ടൊന്ന് ഒത്തുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ ആരും അടുക്കളയിൽ കയറണ്ട, ഞങ്ങൾ ആണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറി ജോലി ചെയ്തോളാം. അപ്പോൾ ഇക്കയാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെയുള്ള വീഡിയോ ഒക്കെ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതേ അജിത്തേട്ടന് ഇവിടെ മല്ലിയില പുതിനയില അതൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ പ്രസൂണിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ വയ്ക്കുന്നത്. അപ്പം അതെല്ലാം മസാലകളും ഉണ്ടാക്കിയിട്ട് ബിരിയാണിക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അജിത്തേട്ടൻ അതൊക്കെ കൈയൊക്കെ വെച്ച് ഞെരട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 10ൻ്റെ ഒരു കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സവാള അരിഞ്ഞപ്പോഴത്തേനും ദേ പ്രസൂണിട്ട് ക്ഷീണിച്ച് വന്ന് കൂർക്കം വലിക്കുകയാണ്. ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ എന്താണ് പറയുക ബീഫ് വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒരു 5-6 വിസിലടിച്ച് ഓഫ് ചെയ്ത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ റൈസ് വേണമല്ലോ, അപ്പോൾ അതിനിതേ വേവിക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ചൊരു ഒരു പകുതി വേവാകുമ്പോൾ നമ്മളത് ഊറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ ഗ്രാമ്പും പട്ട ഏലക്കയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ ചോറ് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമ്മുടെ അരപ്പൊക്കെ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമ്മളെ ചോറ് ഇപ്പുറത്ത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ കൊട്ടയ്ക്ക് ഊറ്റി മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫും അരപ്പുണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അത് നമ്മൾ വേറെ വലിയൊരു ചെമ്പിലോട്ടാക്കി ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ചോറും പകുതി ഇട്ട് കൊടുത്ത് ഓരോ ലെയറാക്കിക്കാണ്ട് ഇട്ട് കൊടുത്ത് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുത്ത് നെയ്യ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ചോറിട്ട് കൊടുത്തു. ലാസ്റ്റ് മേലെ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുത്ത് നെയ്യ് ഒഴിച്ച് ദമ്മിട്ടു കേട്ടോ. അപ്പോൾ അവിടെ റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴത്തേനും നമ്മുടെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കി, പിന്നെ മാങ്ങച്ചാറുണ്ടാക്കി. അപ്പോൾ ഞങ്ങളൊരു 2 മണി സമയത്താട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 10 മണി ഒരു 9 മണിയാകുമ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളത് ടെറസിൻ്റെ മേലെ ചേട്ടന്മാരിട്ടും ഫ്ലാറ്റിൻ്റെ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയി വെച്ച് പിന്നെ അവിടെ വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറൊക്കെ വേറെയും പിന്നെ നമ്മുടെ മസാല അതിൽ തന്നെ വെച്ച് പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ പായൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിള്ളേർക്കൊക്കെ ഓരോരുത്തർ വന്നുകൊണ്ട് ഇക്ക വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ മക്കൾക്കൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ പായിൽ അവരിരുന്ന് കഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ചുടുവെള്ളം ഉണ്ടായിരുന്നു, പച്ചവെള്ളം ഉണ്ടായിരുന്നു, പിന്നെ 7up ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല കേട്ടോ. വിളമ്പി കൊടുക്കലും ഇരിക്കലും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ളവർ അത് കണ്ടപ്പോൾ ഇരുന്ന് കഴിക്കാൻ പറ്റണില്ല, ഒക്കെ നിന്ന് കഴിക്കുകയാണേ. അപ്പോൾ അതേ മക്കൾക്ക് അജിത്തേട്ടന് ഇവിടെ അച്ചാറും പിന്നെ സാലഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ വിളമ്പി കഴിച്ചു കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോ അല്ല, കുറച്ച് വീഡിയോ ഉള്ളൂ. അപ്പം ഇപ്പോഴത്തേനും ഇവിടെ പ്രസൂണേട്ടനും നമ്മുടെ സച്ചുവിനും മറ്റേ അപ്പുറത്തെ ചേട്ടനും പിന്നെ പ്രസൂണേട്ടൻ്റെ വൈഫും എല്ലാം ഉണ്ട്, ശ്രീജ ചേച്ചിയൊക്കെ ഉണ്ട്. എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്താൻ കിട്ടിയിട്ടില്ല എനിക്ക്. അത് കഴിഞ്ഞ് ഞാനും വിളമ്പി കഴിച്ചു, ഇക്കാക്കും വിളമ്പണമായിരുന്നു. പ്രസൂണേട്ടൻ ബീഫ് എന്നും പറഞ്ഞെങ്ങാണ്ട് ആദ്യം കഴിച്ച് തീർത്തു എന്ന് പറഞ്ഞു. ഇവന് ഒരു പീസേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവന് അപ്പുറത്തെ ചേട്ടനുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. പിന്നെ പ്രസൂണേട്ടൻ്റെ വൈഫാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.